ഹലോ ഡോക്ടർ അബ്ദുസലാം ഉമർ വിത്ത് യു. ഈ കമ്പനിയുടെ ഡയറക്ടേഴ്സ് തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസമാണല്ലോ മിക്ക കമ്പനികളും തകരാൻ കാരണം. അങ്ങനെയുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. ഒരിക്കൽ ഒരു കമ്പനിയുടെ ഡയറക്ടർ ബോർഡ് മീറ്റിങ്ങിന് വേണ്ടിയിട്ട് ആസ് എ ലീഡർഷിപ്പ് കോച്ച് ഞാൻ പോവാണ്. അപ്പോൾ തലേന്ന് രാത്രി എന്നെ ഒരു ഡയറക്ടർ വിളിച്ചിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ കമ്പനിയുടെ ഉള്ളിൽ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞത് ഇങ്ങനെയാണെങ്കിൽ ഞാൻ ഇട്ട് പോവാണ്, ഞാൻ പിരിയാണ്, നമ്മൾ പിരിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് സീരിയസ് ആയിട്ട് അയാൾ പറഞ്ഞു. അപ്പോൾ നോക്കുമ്പോൾ ഒരു ഏകദേശം 1000 കോടി കച്ചവടമുള്ള 3000 കോടിയോളം വാല്യുവേഷൻ ഉള്ള ഒരു കമ്പനിയിൽ ഡയറക്ടർമാർ തമ്മിൽ തെറ്റിയാൽ എല്ലാം താഴെ പോകും. അപ്പോൾ ഒരു സീരിയസ് ഇഷ്യൂ ആണ് നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ എത്തി. ഞാൻ സുഭാഷിനോട് പറഞ്ഞു, സുഭാഷ് അത് ചിലപ്പോൾ രാത്രി ആവട്ടോ, ഫുൾ ടൈം എടുക്കുമെന്ന് പറഞ്ഞ് നീ വെയിറ്റ് ചെയ്തോന്നും പറഞ്ഞ് മേലോട്ട് പോയി. അങ്ങനെ മീറ്റിങ്ങിന് കയറി. അപ്പോൾ മീറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു മിനിറ്റ് നമുക്കൊരു ഡീപ്പ് ബ്രീത്തിങ് എക്സസൈസ് എടുക്കാം. ഓക്കെ, 4 ആളും എടുത്തു. അത് കഴിഞ്ഞിട്ട് ഈ 4 ആളും ഒന്ന് കെട്ടിപ്പിടിക്കുക, ആലിംഗനം ചെയ്യാമെന്ന് പറഞ്ഞാൽ 4 ആളും ഒന്ന് ആലിംഗനം ചെയ്തു. എന്നിട്ട് ലെറ്റ്സ് ഹാവ് എ കപ്പ് ഓഫ് കോഫി, ഒരു കോഫി കുടിച്ചു. എന്നിട്ട് ഞങ്ങൾ ഈ കമ്പനി തുടങ്ങിയ കാലത്തുള്ള ആ ഒരു ഹിസ്റ്ററി ഉണ്ടല്ലോ, അതായത് ഇവർ യൗവനം കാലത്ത് ഇവർ സുഹൃത്തുക്കളായിരുന്ന കാലത്ത് ഇവർ എങ്ങനെ കമ്പനി തുടങ്ങി എന്നുള്ള ചെറിയൊരു ഹിസ്റ്ററി ഒരു 10 മിനിറ്റ് ഞങ്ങൾ ചർച്ച ചെയ്തു. ഈ 3 ആക്ടിവിറ്റിക്ക് ശേഷം 4 ആക്ടിവിറ്റിക്ക് ശേഷം ഞാൻ പറഞ്ഞു ഓക്കെ ലെറ്റ് സ്റ്റാർട്ട് ഡിസ്കഷൻ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഡയറക്ടർ അന്നലെ ചൂടായല്ലോ, മൂപ്പര് പറഞ്ഞു ഡോക്ടറെ ഞാൻ ഇന്നലെ ദേഷ്യത്തിൽ എന്തൊക്കെയോ പറഞ്ഞു പോയി, സോറി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു സാരമില്ല. അപ്പോൾ മറ്റവനും പറഞ്ഞു ഓനും അങ്ങനെയല്ലേ പറഞ്ഞപ്പോൾ ഞാനും ഇങ്ങനെ പറഞ്ഞു പോയോ, സോറി എന്ന് പറഞ്ഞു. അങ്ങനെ 4 ആളും അങ്ങോട്ടും ഇങ്ങോട്ടും സോറി പറഞ്ഞു. 4 ആളും പിന്നെയും കെട്ടിപ്പിടിച്ച പോലെ തന്നെ ഞാൻ പറയാതെ പോലെ കണ്ണിന്ന് കണ്ണുനീര് വരുന്നു ഞാൻ കണ്ട്, സോറി എന്ന് പറഞ്ഞ്. പിന്നെ എന്നാലും അയാൾ ഉന്നയിച്ച ആ വിഷയങ്ങളൊക്കെ പ്രധാനമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇനി വരാതിരിക്കാൻ നമുക്ക് ഇങ്ങനെ പ്രോസസ്സ് സെറ്റ് ചെയ്യാമെന്നാണ്. പ്രോസസ്സും സെറ്റ് ചെയ്ത് ഒരു 40 മിനിറ്റ് കൊണ്ട് പ്രശ്നം സോൾവ് ചെയ്ത് ഞങ്ങൾ പിരിഞ്ഞു. വലിയ, അതായത് ഈ മല പോലെ വന്ന് എലി പോലെ പോകാമെന്നല്ലേ, സിമ്പിളായിട്ട് സാധനം പോയി. ട്രൈ ദിസ് ട്രിക്സ്. അതായത് ഒക്കെ ഒരു ഈഗോ ആയിരിക്കും കേട്ടോ, ചെറിയ ഈഗോമൻ തുടങ്ങുന്ന വലിയ പ്രശ്നങ്ങളാണ്. നമ്മളെ വിഷൻ അല്ലെങ്കിൽ കമ്പനി എന്ന വലിയ ലക്ഷ്യം കാണും. ഇത്ര ഈഗോസൊക്കെ ഒന്ന് വിട്ടു ഒന്ന് കെട്ടിപ്പിടിച്ചാൽ മാറുന്ന, ഒരു കോഫി കുടിച്ചാൽ മാറുന്ന പ്രശ്നങ്ങളേ ഉണ്ടാവുള്ളൂ.